ഇതാണ് ബ്രൂണൈ സുൽത്താൻ. ഇദ്ദേഹത്തിന്റെ ഇന്നത്തെ ആസ്തി എന്ന് പറയുന്നത് $30 ബില്യൺ അഥവാ 2 ലക്ഷം കോടി രൂപയോളമാണ്. ഒരു തവണ തന്റെ മുടി വെട്ടാനായിട്ട് ഇദ്ദേഹം ചിലവഴിക്കുന്നത് $22,000 അഥവാ 20 ലക്ഷം രൂപയാണ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോക സമ്പന്നരിൽ ഒരാളായ ബ്രൂണൈ സുൽത്താനെ കുറിച്ചും അദ്ദേഹത്തിന്റെ നാടായ ബ്രൂണയെ കുറിച്ചുമുള്ള അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ്. മലേഷ്യയുടെയും സൗത്ത് ചൈന കടലിന്റെയും ഇടയിലുള്ള ചെറിയൊരു രാജ്യമാണ് നമ്മൾ ഈ പറഞ്ഞ ബ്രൂണൈ. പേര് പോലെ ഇതത്ര ചെറിയ രാജ്യമാണെങ്കിലും പണത്തിന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ ബ്രൂണൈ എന്ന നാടിനെ നമുക്ക് ലോകത്ത് മുന്നിൽ തന്നെ കാണാനാകും. ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ സുൽത്താന്റെ വരുമാനത്തിന്റെ 80% വരുന്നത് ക്രൂഡ് ഓയിൽ നിന്നും നാച്ചുറൽ ഗ്യാസിൽ നിന്നുമാണ്. ഇതിൽ നിന്നും ഈ സുൽത്താന് ഒരു മിനിറ്റിൽ ലഭിക്കുന്നത് ഏകദേശം $16,000 അഥവാ 15 ലക്ഷം രൂപയാണ്. ഇനി അത് ഒരു ദിവസത്തെ വരുമാനം പറയുകയാണെങ്കിൽ ഏകദേശം $5 മില്യൺ അഥവാ 47 കോടി രൂപയോളമാണ്. അപ്പോ ഇത്രയേറെ പണം ഉള്ളത് കൊണ്ടൊക്കെ തന്നെ ബ്രൂണൈ എന്ന നാടിന്റെ സുൽത്താനായ രാജാവായ പ്രധാനമന്ത്രിയായ സുൽത്താൻ ഹസനൽ ബോൾക്കിയ ഇന്ന് ജീവിക്കുന്നത് വളരെയേറെ ആഡംബരത്തോടെയാണ്. ഈ രാജ്യത്ത് താമസിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വെറും 4,70,000 മാത്രമാണ്. സുൽത്താനെ പോലെ തന്നെ ഈ നാട്ടിലെ ആളുകൾക്കും ആവശ്യത്തിന് പണമുള്ള നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോ ഇനി നമുക്ക് സുൽത്താന്റെ ജീവിതത്തിലേക്ക് കൂടുതൽ ഇറങ്ങി നോക്കാം. ഇദ്ദേഹം ഓരോ മാസവും അല്ലെങ്കിൽ 3-4 ആഴ്ചകൾ കൂടുന്തോറും മുടി വെട്ടാറുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്നാൽ ഈ സുൽത്താന്റെ മുടി വെട്ടാനായിട്ടുള്ള ബാർബറിനെ കൊണ്ടുവരുന്നത് അങ്ങ് ലണ്ടനിൽ നിന്നാണ്. കെൻ മൊഡസ്റ്റോ എന്ന പേരുള്ള ലണ്ടനിലെ ഒരു പ്രശസ്തനായ ബാർബറെയാണ് ഈ സുൽത്താനെ എപ്പോഴും ഇഷ്ടവും വിശ്വസ്തതയും. അങ്ങനെ സുൽത്താന്റെ മുടി വെട്ടാനായിട്ട് ഇയാളെ ലണ്ടനിൽ നിന്നും ബ്രൂണൈയിലേക്ക് ഫസ്റ്റ് ക്ലാസ് വിമാന ടിക്കറ്റിലാണ് എത്തിക്കുന്നത്. ഇങ്ങനെയുള്ള വിമാനത്തിന്റെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന്റെ വില മാത്രം ഏകദേശം $12,000 അഥവാ 10 ലക്ഷം രൂപയോളം ഈ സുൽത്താൻ തന്നെ ഇതിനായിട്ട് ചിലവഴിക്കും. അങ്ങനെ ഈ ബാർബർ സുൽത്താന്റെ നാടായ ബ്രൂണൈയിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് താമസിക്കാനായിട്ടുള്ള വളരെയേറെ ആഡംബരത്തോടു കൂടിയ 5 നക്ഷത്ര ഹോട്ടലും മികച്ച ഭക്ഷണങ്ങളും എല്ലാം ഈ രാജാവിന്റെ വകയായിരിക്കും. ഒടുവിൽ ഈ ബാർബർ സുൽത്താന്റെ മുടിയെല്ലാം വെട്ടി തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ സുൽത്താൻ ഇയാൾക്ക് സ്വർണവും പണവും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കിഴി സമ്മാനമായി നൽകും. അങ്ങനെ തിരിച്ച് അയാൾക്ക് ലണ്ടനിലേക്ക് എത്താനുള്ള വിമാനത്തിന്റെ ടിക്കറ്റും സുൽത്താന്റെ വക തന്നെ ആയിരിക്കും. ഇങ്ങനെയാണ് വിമാനത്തിന്റെ ടിക്കറ്റിന്റെയും ബാർബറിന്റെ ശമ്പളം, താമസം, ഭക്ഷണം എന്നിവയെല്ലാമായിട്ട് മുമ്പ് പറഞ്ഞ 20 ലക്ഷം രൂപ സുൽത്താൻ ഓരോ മാസവും തന്റെ മുടി വെട്ടാനായിട്ട് ചിലവഴിക്കുന്നത്. അടുത്തതായി നമുക്ക് സുൽത്താൻ താമസിക്കുന്ന കൊട്ടാരത്തിന്റെ വിശേഷങ്ങൾ നോക്കാം. ഇസ്താന നൂറുൽ ഈമാൻ എന്ന പേരുള്ള ബ്രൂണൈ എന്ന നാടിന്റെ തെക്ക് ഭാഗത്തുള്ള ഈ ഒരു കൊട്ടാരത്തിലാണ് ഈ സുൽത്താനും ഇദ്ദേഹത്തിന്റെ കുടുംബവും ഇന്ന് താമസിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിട്ടാണ് ഇന്ന് ഈ കൊട്ടാരം അറിയപ്പെടുന്നത്. 2 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഈ കൊട്ടാരത്തിൽ ഏകദേശം 1788 മുറികളും അതുപോലെ 257 ബാത്റൂമുകളും ഉണ്ട്. ഇത് ഒരു കൊട്ടാരം എന്നതിനേക്കാൾ അപ്പുറം ഇന്ന് ആ രാജ്യത്തെ ആളുകളെല്ലാം കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഒത്തുകൂടുന്ന ഒരു പൊതുവേദി കൂടിയാണ്. ഇതിനായിട്ട് ഈ കൊട്ടാരത്തിനുള്ളിൽ ഒരേ സമയം 5000 ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന വലിയൊരു ഹാളും അതുപോലെ 1500 ആളുകൾക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു വലിയ പള്ളിയും ഇതിനകത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഈ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് 5ഓളം വരുന്ന സ്വിമ്മിംഗ് പൂളുകളും അതുപോലെ വലിയ ഗാർഡനുകളും അതുപോലെ പോളോ ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാള് കൂടിയാണ് ഈ സുൽത്താൻ. ഇതിനായി സുൽത്താന്റെ കുതിരകൾക്കെല്ലാം പുറത്തു നിന്നുള്ള ചൂടിൽ നിന്നും അവയെ സംരക്ഷിക്കാനായി ഈ കൊട്ടാരത്തിന്റെ മറ്റൊരു ഭാഗത്ത് എയർ കണ്ടീഷണറോട് കൂടിയിട്ടുള്ള വലിയ ആഡംബരമേറിയ ഒരു കൂട് തന്നെ സുൽത്താൻ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 160ഓളം വരുന്ന കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള ഒരു വലിയ ഗാരേജ് സൗകര്യവും ഈ കൊട്ടാരത്തിനുണ്ട്. ഇങ്ങനെ ഒരു കൊട്ടാരം നിർമ്മിക്കാനായി ഈ സുൽത്താൻ ചിലവഴിച്ചത് ആ ഒരു കാലത്ത് 1984 $1.4 ബില്യൺ ആണ്. ഇനി അത് ഇന്നത്തെ മൂല്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം $4.6 ബില്യൺ അഥവാ 43,000 കോടി രൂപയോളമാണ്. ഇതിന്റെ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ അംബാനിയുടെ വീടിന്റെ 4 മടങ്ങ് വലുതാണെന്ന് ചുരുക്കം പറയാം. അടുത്തതായി നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഈ സുൽത്താന്റെ കാർ ശേഖരം നോക്കാം. 7000-ലധികം കാറുകളുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വകാര്യ കാറുകൾ ഉള്ളത് നമ്മൾ ഈ പറഞ്ഞ ബ്രൂണൈ സുൽത്താനാണ്. ഇദ്ദേഹത്തിന്റെ കാർ ശേഖരത്തിലുള്ളത് 600ഓളം വരുന്ന റോൾസ് റോയ്സുകൾ, 480ഓളം വരുന്ന ഫെരാരിയുടെ പല കാറുകൾ, 380ഓളം വരുന്ന ബെന്റലിയുടെ
ഫെറാറിയുടെ പല മോഡലുകൾ എന്നിങ്ങനെ എല്ലാമായിട്ട് വിന്റേജ് കാറുകളും അടങ്ങിയ ഒരു വലിയ ആഡംബര കാർ ശേഖരം തന്നെ ഇദ്ദേഹത്തിനുണ്ട്. ഇനി ഇതിനൊക്കെ പുറമെ പല സ്വർണം പൂശിയ കാറുകളും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. ഇത്രയേറെ കാറുകൾ ഉണ്ടെങ്കിലും ഇന്ന് ഈ സുൽത്താൻ അധികവും യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് 24 കാരറ്റ് സ്വർണം പൂശിയ കസ്റ്റം റോൾസ് റോയ്സ് സിൽവർ 2 എന്ന കാറാണ്. ഇതിന്റെ മാത്രം വിലയൊന്ന് പറയുകയാണെങ്കിൽ ഏകദേശം $14 മില്യൺ അഥവാ 130 കോടി രൂപയോളമാണ്. അടുത്തതായി ബ്രൂണൈ സുൽത്താന് ആകാശത്തിലൂടെ സഞ്ചരിക്കാനായിട്ട് സ്വർണം പൂശിയ ഒരു പ്രൈവറ്റ് ജെറ്റ് തന്നെ സ്വന്തമായിട്ടുണ്ട്. ബോയിങ് 747 എന്ന ഒരുപാടധികം ആഡംബര സൗകര്യങ്ങളോട് കൂടിയാണ് ഈ ഒരു ജെറ്റ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആഡംബരത്തിന്റെ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വിമാനത്തിനകത്തുള്ള സുൽത്താന് കൈ കഴുകാനായിട്ടുള്ള വാഷ് ബേസ് പോലും സ്വർണത്താലാണ് നിർമ്മിച്ചത്. അവസാനമായി ഇത്തരമൊരു ജെറ്റിന്റെ വില പറയുകയാണെങ്കിൽ ഏകദേശം $400 മില്യൺ അഥവാ 3700 കോടി രൂപയോളമാണ്. ഇനി നമ്മളീ പറഞ്ഞ രാജാവിന് ചിത്രങ്ങളോട്, പ്രത്യേകിച്ച് പെയിന്റിംഗ് ചിത്രങ്ങളോട് വലിയ ഇഷ്ടമാണ്. ഇദ്ദേഹം എവിടേക്കെങ്കിലും പുറത്തേക്ക് എവിടേക്കെങ്കിലും യാത്ര പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വില നോക്കാതെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉടനടി തന്നെ അത് സ്വന്തമാക്കും. ഇങ്ങനെ സ്വന്തമാക്കിയ ഒരു ചിത്രമാണ് ഫ്രഞ്ച് ചിത്രകാരനായ റെയ്നോയറിന്റെ ടു യോങ് ഗേൾ അറ്റ് ദ പിയാനോ എന്ന ചിത്രം. ഇദ്ദേഹം വാങ്ങിയത് $70 മില്യൺ അഥവാ 580 കോടി രൂപക്കാണ്. ഇതിലൂടെ തന്നെ നമുക്ക് ഈ സുൽത്താന്റെ ചിത്രങ്ങളോടുള്ള താല്പര്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകും. ഇനി അവസാനമായി ഈ സുൽത്താൻ തന്റെ 50ാമത്തെ പിറന്നാൾ ജന്മദിനം ആഘോഷിച്ചത് അന്ന് ലോകത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. കാരണം തന്റെ പിറന്നാളിന്റെ അന്ന് തന്റെ നാടായ ബ്രൂണയിലേക്ക് ഇദ്ദേഹം കൊണ്ടുവന്നത് അന്നത്തെ ലോകത്തിലെ പ്രശസ്തനായ സാക്ഷാൽ മൈക്കൽ ജാക്സനെ ആയിരുന്നു. അങ്ങനെ ജന്മദിനം ആഘോഷമെല്ലാം കഴിഞ്ഞ് 2 സ്റ്റെപ്പ് ഡാൻസും കളിച്ച് മൈക്കൽ ജാക്സൺ തന്റെ നാട്ടിലേക്ക് പോകാൻ നിന്നപ്പോൾ ഈ സുൽത്താന് അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയത് $20 മില്യൺ അഥവാ 180 കോടി രൂപയോളമാണ്. അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ സമയത്തും ഇദ്ദേഹം ചിലവാക്കിയ പണവും ആഡംബരവുമെല്ലാം ആ ഒരു കാലത്ത് വലിയ ജനപ്രിയമായിരുന്നു. അപ്പോ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോ അടുത്തൊരു കഥയുമായി കാണാം. ബൈ.